All, this is Jasmine. Today's our topic is measuring classifier performance. Last ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയിരുന്നത് ക്രോസ് വാലിഡേഷൻ മെത്തേഡ്സുകളായിരുന്നു. അതിൻ്റെ കുറച്ച് ടെക്നിക്സുകൾ നമ്മൾ പഠിച്ചു. അതെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നമ്മുടെ മോഡലിനെ കറക്റ്റ് എറർ കുറച്ചിട്ടുള്ള ഒരു മോഡലിനെ എങ്ങനെ ഔട്ട്പുട്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ പഠിച്ചത്. ബട്ട് നമ്മൾ പറഞ്ഞു അതിൻ്റെ ആക്യുറസി നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നതും ഒരു മോഡൽ നമ്മൾ ഓരോന്ന് എടുത്ത് നോക്കും, എന്നിട്ട് അതിൻ്റെ ആക്യുറസി നോക്കുമെന്ന് പറയുന്നുണ്ട്. ബട്ട് ഈ ആക്യുറസി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഒരാളും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എന്തൊക്കെയോ കാൽക്കുലേഷൻസ് നടന്നിട്ടാണ് നമുക്ക് ആക്യുറസി ചെക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ മെഷറിംഗ് ക്ലാസിഫയർ പെർഫോമൻസിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ മെയിൻ കണ്ടൻറ്റ്, അതായത് കൺഫ്യൂഷൻ മെട്രിക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനകത്ത് വരുന്ന കുറേ ആൾക്കാർ, കുറേ പാരാമീറ്റേഴ്സ് ഉണ്ട്. ആ പാരാമീറ്റേഴ്സിനെ എല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മൾ ആ പറയുന്ന മോഡൽ കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ആക്യുറസി നല്ലതാണോ അല്ലയോ എന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട്, കൺഫ്യൂഷൻ മെട്രിക്സിനകത്തേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് വി ഹാവ് ടു know about the terms true positive, false positive, true negative and false positive. ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കണം. ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ച്വലും കാണും, പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും കാണും. അപ്പം ആക്ച്വൽ ഔട്ട്പുട്ടും പ്രെഡിക്റ്റഡ് ഔട്ട്പുട്ടും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ആക്ച്വലായിട്ടത് പോസിറ്റീവ് ആയിരുന്നു, പ്രെഡിക്റ്റ് ചെയ്തതും പോസിറ്റീവ് ആണെങ്കിൽ അതിനെ ട്രൂ പോസിറ്റീവ്സ് എന്ന് വിളിക്കും. ഓക്കെ, Consider a binary classification model derived from two class data set. രണ്ട് ഡേറ്റാ സെറ്റിൽ നിന്നും എടുത്ത ഒരു ബൈനറി ക്ലാസിഫിക്കേഷൻ മോഡലാണ് ഈ പറയുന്നത്. ആ രണ്ട് ക്ലാസ് ലേബിൾസ് എന്ന് പറഞ്ഞാൽ സി എന്നും, അതായത് പോസിറ്റീവ് സി എന്നും നെഗറ്റീവ് സി എന്നും പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇത് പോസിറ്റീവ് ക്ലാസ് എന്നും ഇത് നെഗറ്റീവ് ക്ലാസ് എന്നും നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യാം. സോ എക്സ് എന്ന് പറയുന്ന ഞാനൊരു പുതിയ ഇൻസ്റ്റൻസ് ഈ പറയുന്ന മോഡലിന് ഇട്ട് കൊടുക്കുകയാണ്. ആ മോഡലിൻ്റെ ക്ലാസ് ആണ് ആ ഡേറ്റാ സെറ്റിൽ വരുന്ന രണ്ട് ക്ലാസ്സസ് ആണ് സിയും നെഗറ്റീവ് സിയും. അതായത് ദാറ്റ് മീൻസ് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്ലാസ്സിനെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് അതിനകത്ത് കൊടുക്കാൻ പോകുന്ന ഒരു ഇൻപുട്ടാണ്. ലെറ്റ് ദ ട്രൂ ക്ലാസ് ലേബൽ, ഇപ്പോൾ ട്രൂ പോസിറ്റീവ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ, അതായത് സി ആണ് ശരിക്കുള്ള എക്സിൻ്റെ വാല്യൂ എങ്കിൽ, ഞാൻ പ്രെഡിക്റ്റ് ചെയ്ത് ഔട്ട്പുട്ട് കിട്ടിയതും സി ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ട്രൂ പോസിറ്റീവ് എന്ന് പറയാം. ലെറ്റ് ദ ട്രൂ ക്ലാസ് ലേബൽ ഓഫ് എക്സ് എന്ന് പറയുന്ന ഇൻപുട്ടിൻ്റെ അതിൻ്റെ ക്ലാസ് ലേബൽ എന്ന് പറയുന്നത് സി ആണ്. എക്സ് ബിലോങ്സ് ടു സി കാറ്റഗറി ആണ്. ഓക്കെ, ഇഫ് ദ മോഡൽ പ്രെഡിക്ട്സ് ദ ക്ലാസ് ലേബൽ, ഇനിയിപ്പം ഇത് ആക്ച്വൽ വാല്യൂ ആണ്. നെക്സ്റ്റ് പ്രെഡിക്റ്റഡ് വാല്യൂ നോക്കുവാണ്, മോഡലിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്ത്. ഇഫ് ദ മോഡൽ പ്രെഡിക്ട്സ് ദ ക്ലാസ് ലേബൽ ഓഫ് എക്സ് ആസ് സി ആയിട്ട് തന്നെയാണ് അത് പ്രെഡിക്റ്റ് ചെയ്തതെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ് ഇസ് ട്രൂ പോസിറ്റീവ് എന്ന് പറയാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം ആണ് ഫാൾസ് നെഗറ്റീവ്. ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ശരിക്കും നമുക്ക് സി ആയിരുന്നു, ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ സി ആയിരുന്നു, അതിന് എക്സിന് യെസ് എന്നും വരാം, അതുപോലെ ശരിക്കുള്ള പ്രെഡിക്റ്റഡ് നോ എന്നും വരാം, അതുപോലെ ഇവിടെ കറസ്പോണ്ടിങ് യെസ് എന്നും വരാം, നോ എന്നും വരാം. ഇത് പ്രെഡിക്റ്റഡ് വാല്യൂവും ഇത് ആക്ച്വൽ വാല്യൂസുമാണ് ഇങ്ങനെ കിടക്കുന്നത്. ഓക്കെ, അങ്ങനെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഫാൾസ് നെഗറ്റീവ്സ് എടുക്കുന്നത്, ഫാൾസ് നെഗറ്റീവ് എന്ന് പറയുമ്പം എസ് ആണോ നോ ആണോ, നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതാണ് ഫാൾസ് നെഗറ്റീവ് ആയിപ്പോയെന്നാണ് പറയുന്നത്. അതായത് ആക്ച്വൽ കേസിനെ അല്ല പറയുന്നത്. ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങളപ്പോൾ ഏതിലേക്ക് പോകണം, പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ ഇവിടെയാണ് കിടക്കുന്നത്, ആക്ച്വൽ വാല്യൂസ് ഇവിടെയാണ്, ഈ ഒരു പോർഷനിലാണ്. അപ്പം നമ്മുടെ കോളംസ് നോക്കുക. ഈ കോളംസിനകത്ത് നെഗറ്റീവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നെഗറ്റീവ്, ഫാൾസ് അവിടെ കിടക്കട്ടെ. നെഗറ്റീവ് എന്ന് പറയുമ്പം യെസ്സിലാണോ നോയിലാണോ വരുന്നത്, ഡെഫിനറ്റ്ലി നോ എന്ന് പറയുന്ന കോളത്തിൽ വരും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഞാൻ തെറ്റായിട്ടാണ് നെഗറ്റീവ് പറഞ്ഞതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് വന്നു, ബട്ട് ഞാൻ തെറ്റായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായിരുന്നു അത് ശരിക്കും പോസിറ്റീവ് ആയിരുന്നു. അതിനെ ഞാൻ തെറ്റായിട്ട് എന്തെന്ന് വിളിച്ചു, നെഗറ്റീവ് എന്ന് പറഞ്ഞു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫാൾസ് നെഗറ്റീവ് എന്ന് പറയുന്നത്. തെറ്റായിട്ട് നെഗറ്റീവ് പറഞ്ഞു, ദാറ്റ് മീൻസ് അത് ഒറിജിനലി പോസിറ്റീവ് ആയിരുന്നു. അപ്പോൾ നോക്കാം, ലെറ്റ് ദ ട്രൂ ക്ലാസ് ലേബൽ, അതായത് ആക്ച്വൽ ക്ലാസ്സിൻ്റെ എക്സിൻ്റെ ആക്ച്വൽ ലേബൽ എന്ന് പറയുന്നത് സി ആണ്. എന്നാൽ നമ്മുടെ മോഡൽ വെച്ചിട്ട് നമ്മൾ ക്ലാസ് സിക്ക് പ്രെഡിക്റ്റ് ചെയ്തത് എന്താണ്, നെഗറ്റീവ് സി, അതെങ്കിൽ നെഗേഷൻ സി എന്ന് പറഞ്ഞിട്ടാണ്
നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത്. ദാറ്റ് മീൻസ് ട്രൂ ലേബൽ ഓഫ് എക്സ് ഇസ് പോസിറ്റീവ് ബട്ട് ദി മോഡൽ പ്രെഡിക്ട്സ് ഇറ്റ് ആസ് ദി ഔട്ട്പുട്ട് നെഗറ്റീവ് എന്ന് ഔട്ട്പുട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിക്കുന്നതാണ് ഫാൾസ് നെഗറ്റീവ്. ഇനി എന്താണ് ട്രൂ നെഗറ്റീവ്? ട്രൂ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ആക്ച്വലിൽ നിന്ന് നമുക്ക് കിട്ടിയത് നെഗറ്റീവ്, ദാറ്റ് മീൻസ് നെഗറ്റീവ് ഇൻ ദ സെൻസ് 0 ആണ് എങ്കിൽ, ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ പറയുന്നത് നെഗേഷൻ സി ആണ് ആക്ച്വൽ എങ്കിൽ, പ്രെഡിക്റ്റ് ചെയ്തതും നെഗേഷൻ സി ആണെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് ട്രൂ നെഗറ്റീവ്. സോ ലെറ്റ് ദ ട്രൂ ക്ലാസ് ലേബൽ ഓഫ് എക്സ് ബി നെഗേഷൻ സി, അതായത് നെഗറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ, ഇഫ് ദ മോഡൽ പ്രെഡിക്ട്സ് ദ ക്ലാസ് ലേബൽ ഓഫ് എക്സ് ആസ് അതും നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നതെങ്കിൽ ഐ ക്യാൻ സേ ദാറ്റ് എക്സ് എന്ന് പറയുന്നത് ട്രൂ നെഗറ്റീവ് ആണെന്ന് കാണിക്കാം. ഇനി എന്താണ് ഫാൾസ് പോസിറ്റീവ്? ഫാൾസ് പോസിറ്റീവ് ഞാൻ വീണ്ടും എഴുതുവാണ്. ഇവിടെ എക്സിൻ്റെ വാല്യൂസ് ആണ് നോക്കുന്നത്. എക്സിൻ്റെ വാല്യൂസ് എസ്സും നോയും, അതായത് ഈ ഭാഗത്ത് വരുന്നത് ആക്ച്വൽ ആണ്. ഇനി ഈ ഭാഗത്ത് നോക്കുക, ഈ ഭാഗത്ത് പ്രെഡിക്റ്റഡ് ആണ് നമ്മൾ നോക്കുന്നത്. അതിനകത്തും എക്സിൻ്റെ വാല്യൂ എസ്സും ഉണ്ട് നോയും ഉണ്ട്. അപ്പോൾ ഫാൾസ് പോസിറ്റീവ് ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഫാൾസിനെ നിങ്ങൾ മാറ്റുക. ഏത് കോളത്തിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോസിറ്റീവ് കോളം, ദാറ്റ് മീൻസ് ഈ കോളത്തിലാണ്. ഇതാണല്ലോ പ്രെഡിക്റ്റ് ചെയ്തത് ഫാൾസ് പോസിറ്റീവ് ആയെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രെഡിക്റ്റ് ചെയ്തത് ഫാൾസ് മാറ്റിയിട്ട് പോസിറ്റീവ് മാത്രം നോക്കുക. അപ്പം നിങ്ങൾ ഏത് കോളം കിട്ടി? എസ് കിട്ടിയോ നോ കിട്ടിയോ? പോസിറ്റീവ് ആണെന്ന് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എസ് എന്ന് പറയുന്ന കോളത്തിൽ പോവും. അതെങ്ങനെയാണ്? ഫാൾസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഫാൾസ് ആയിട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നോ, എസ് ആയിരുന്ന സംഭവം എന്തായിട്ടാണ് കിട്ടിയത്? നോ ആയിട്ടാണ് കിട്ടിയത്. അതാണ് ഫാൾസ്. അപ്പോൾ ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫാൾസ് നെഗറ്റീവ്, ദാറ്റ് മീൻസ് ട്രൂലി അത് ഫാൾസ് പോസിറ്റീവ് എന്നല്ലേ പറഞ്ഞത്? തെറ്റായിട്ട് പോസിറ്റീവ് ചെയ്തു. ശരിക്കും അതപ്പോൾ എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. നെഗറ്റീവ് ആയൊരു സംഭവത്തിനെ ഞാൻ തെറ്റായിട്ട് പോസിറ്റീവ് എന്ന് പറയുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഫാൾസ് പോസിറ്റീവ്സ് എന്ന് വിളിക്കാം. ഓക്കെ, സോ ലെറ്റ് ദി ട്രൂ ക്ലാസ്സിൽ അപ്പോൾ നമുക്ക് ശരിക്കുള്ള ആക്ച്വൽ ഔട്ട്പുട്ട് എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. ഓക്കെ, ബട്ട് പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ എന്തായിപ്പോയി? പ്രെഡിക്റ്റ് ചെയ്തത് പോസിറ്റീവായിപ്പോയി. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാം ദാറ്റ് ഇസ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറയാം. ഇനി നെക്സ്റ്റ് വൺ ഇസ് കൺഫ്യൂഷൻ മെട്രിക്സ്. ഇവിടെ നിന്നാണ് നമുക്ക് തുടങ്ങാനുള്ളത്. അതായത് നമ്മുടെ നമ്മുടെ മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, ക്ലാസിഫയറിൻ്റെ അത് മോഡലിൻ്റെ പെർഫോമൻസ് നമ്മൾ എടുക്കാൻ പോവുകയാണ്. സീ ഹിയർ, a confusion matrix is used to describe the performance of a classification model. ഒരു ക്ലാസിഫിക്കേഷൻ മോഡൽ അല്ലെങ്കിൽ ക്ലാസിഫയറിൻ്റെ പെർഫോമൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ കൺഫ്യൂഷൻ മെട്രിക്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ പറയുന്ന മെട്രിക്സ് ഒരുപാട് ടെസ്റ്റ് ഡേറ്റയിൽ നമ്മൾ ചെയ്ത് നോക്കും. ഫോർ വിച്ച് ദ ട്രൂ വാല്യൂസ് ആർ നോട്ട്. ടെക്സ്റ്റ് ഡേറ്റ എന്ന് പറയുമ്പോൾ അതിന് ഇൻപുട്ട് ഉണ്ടായിരിക്കും, അതിന് കറക്റ്റ് ഔട്ട്പുട്ടും കാണും. അങ്ങനെയുള്ള സംഭവത്തിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ഇനി കൺഫ്യൂഷൻ മെട്രിക്സ് ഈസ് എ ടേബിൾ ദാറ്റ് കാറ്റഗറൈസസ് പ്രഡിക്ഷൻ അക്കോർഡിംഗ് ടു വെദർ ദേ മാച്ച് ദ ആക്ച്വൽ വാല്യൂസ്. നോക്കുക, ഇതാണ് നമ്മുടെ കൺഫ്യൂഷൻ മെട്രിക്സ്. ഈ സൈഡിൽ ഞാൻ ആക്ച്വൽ ക്ലാസ്സും എഴുതും, മുകളിൽ ഞാൻ പ്രെഡിക്റ്റഡ് ക്ലാസ്സും എഴുതും. ഓക്കെ, അപ്പം ഞാൻ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, കറസ്പോണ്ടിങ് പോസിറ്റീവ് നെഗറ്റീവ് രണ്ടും പോസിറ്റീവാണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതും. അതുപോലെ ആക്ച്വൽ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ അത് ട്രൂ പോസിറ്റീവ്സിൽ വരും. ഇനി ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് നെഗറ്റീവാണ്. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്തത് നെഗറ്റീവ്, അതുകൊണ്ട് ഞാനിവിടെ നെഗറ്റീവ് എഴുതി. ഇനി ഞാൻ ഇങ്ങോട്ട് നോക്കും. ഓക്കെ, പ്രെഡിക്റ്റ് ചെയ്ത നെഗറ്റീവാണ്, ബട്ട് ഇതെന്താണ്? പി ആണ് കിടക്കുന്നത്. ദാറ്റ് മീൻസ് അത് ഫാൾസ് നെഗറ്റീവ് ആയിരുന്നു. അതായത് അത് ട്രൂലി എന്താണ്? പോസിറ്റീവാണ്, ബട്ട് ഞാൻ തെറ്റായിട്ട് നെഗറ്റീവ് ആക്കി പ്രഡിക്ഷനിൽ. അതാണ് ഫാൾസ് നെഗറ്റീവ്സ് എന്ന് വന്നത്. ഇനി ഇവിടെ നോക്കുക, ഇവിടെ പി എന്ന് പറയുമ്പം അത് മാത്രം നോക്കിയാൽ മതി. ഇപ്പോൾ ഫാൾസ് കളയുക, പി നോക്കുക. അപ്പോൾ പി എന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾ പോസിറ്റീവ് എഴുതുക, ബട്ട് അതെവിടെ കിടക്കുന്നു? നെഗറ്റീവ്. അതായത് പോസിറ്റീവ് ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ട്, ആക്ച്വൽ റിസൾട്ട് നെഗറ്റീവായിരുന്നു, ബട്ട് നിങ്ങൾ അതിനെ തെറ്റായിട്ട് പോസിറ്റീവ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഫാൾസ് പോസിറ്റീവ്സ് എന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ ഈ പറയുന്ന സംഭവങ്ങൾ. അതായത് ഈ പറയുന്ന 4 ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മൾ കുറച്ച് മെഷർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആക്യുറസി കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മോഡൽ എത്രത്തോളം നല്ലതാണ് എന്ന് നോക്കാനായിട്ട് നമ്മൾ കുറച്ച് ടേംസുകൾ യൂസ് ചെയ്ത് അത് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേഷൻസ് നടത്തുന്നത്. ആ പറയുന്ന ടേംസിന് കാൽക്കുലേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട പാരാമീറ്റേഴ്സാണ് ഈ പറയുന്ന 4 പേര്. സോ ഇറ്റ് ഈസ് എക്സ്ട്രീംലി യൂസ്ഫുൾ ഫോർ മെഷറിംഗ് റീകോൾ, precision, specificity, accuracy and ROC curve. ഇത് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളതാണ്. ഇത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. സ്പെസിഫിസിറ്റി, സെൻസിറ്റിവിറ്റി ഇതെല്ലാം ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്.
ഇവിടെ ഞാൻ ഡേറ്റാ സെറ്റിനകത്ത് ടോട്ടൽ 165 ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ കാണിക്കാനാണത്. 165 ഐറ്റംസാണ് ഞാൻ എൻ്റെ ഡേറ്റാ സെറ്റിൽ കൊടുക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ക്യാറ്റും ഡോഗും കാറ്റഗറൈസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ്, ഒരു ഡേറ്റാ സെറ്റാണ്. നമുക്ക് ഒരു ക്യാറ്റും ഡോഗും, ക്യാറ്റ് നോ ആണെങ്കിലും നോയ്ക്കും എസ്സിന്, അതായത് ക്യാറ്റ് പോസിറ്റീവ് ആകുമ്പോഴും നെഗറ്റീവ് ആകുമ്പോഴും ഞാൻ ആക്ച്വൽ ക്ലാസ്സിൽ എഴുതി, കറസ്പോണ്ടിങ് ക്യാറ്റ് പോസിറ്റീവ് ആകുമ്പോഴും നെഗറ്റീവ് ആകുമ്പോഴും ഉള്ളത് എഴുതി. ഇനി നോക്കണം നമ്മുടെ ഏതൊക്കെ ടേംസ് ആണെന്ന്. ഇതെന്താണ്? രണ്ടും ഈ ഒരു കോളത്തിനകത്ത്, ഈ ഒരു സെല്ലിനകത്ത് വരുന്നത് രണ്ടും നെഗറ്റീവാണ്. ദാറ്റ് മീൻസ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതും നെഗറ്റീവ്, ആക്ച്വൽ അതായത് ശരിക്കുള്ള ഡേറ്റായും നെഗറ്റീവാണ്. സോ ഇറ്റ് ഈസ് ട്രൂ നെഗറ്റീവ് എന്ന് പറയും. ഇനി എന്താണ്? ഇത് നോക്ക്, ഡോഗ് എസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് അത് പോസിറ്റീവാണ്. ബട്ട് ഇവിടെ നോയാണ് ആൻസർ. ശരിക്കും പോസിറ്റീവ് ആയിരുന്നു, ശരിക്കും നെഗറ്റീവ് ആയിരുന്നു, ബട്ട് തെറ്റായിട്ട് നിങ്ങൾ പോസിറ്റീവ് പറഞ്ഞു. അപ്പം ഫോൾസ് പോസിറ്റീവ്, അതാണ് ഫോൾസ് പോസിറ്റീവ്. അടുത്ത് ഇവിടെ നോക്കിക്കേ, ഈ ഒരു കോളത്തിനകത്ത് പ്രെഡിക്ഷൻ നടത്തിയത് നോ എന്നാണ്, അതായത് പ്രെഡിക്ഷൻ നെഗറ്റീവാണ്. ദാറ്റ് മീൻസ് അവിടെ നെഗറ്റീവ് എന്ന് പറയുന്നൊരു ടേം വന്നു. ഇവിടെ യെസ് ആണ്. ദാറ്റ് മീൻസ് തെറ്റായിട്ടാണ് ഞാൻ നെഗറ്റീവ് പറഞ്ഞത്, ഫോൾസ് നെഗറ്റീവ്. ഇനി ഇത് രണ്ടും എന്താണ്? ഈ ഒരു കോളത്തിനകത്ത് വരുന്നത്, ഈ ഒരു സെല്ലിനകത്ത് വരുന്നത് രണ്ടും എന്താണ്? പോസിറ്റീവാണ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ബോക്സിനകത്ത് ഫോർ എക്സാമ്പിൾ 50 + 10 എത്ര? 60. ഓക്കെ, റോയിലും കോളത്തിലും നോക്കണം. ഇനി 5 + 100 എത്ര? 105. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഈ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 165 തന്നെ കിട്ടും. അതായത് നമ്മുടെ ഡേറ്റാ സെറ്റിനകത്ത് എത്ര നമ്പർ ഓഫ് ഡേറ്റാ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ടോ ആ ഡേറ്റാ പോയിൻറ്റ്സ് എല്ലാം തന്നെ ഒരു റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് ഓരോ റോ. ഇനി തിരിച്ച് കോളം നോക്കിക്കേ, 50 + 5 55 ആണ്, 10 + 100 110 ആണ്. അപ്പോൾ ഇതിൽ നിന്നും എനിക്ക് എത്ര കിട്ടുന്നുണ്ട്? 165. അതായത് ഞാൻ എല്ലാ സൈഡിലും ആക്ച്വലും പ്രഡിക്ഷനും 165 ചെയ്തിട്ടുണ്ട്. ആക്ച്വലിനകത്ത് ഇതാണ് ആക്ച്വലിനകത്ത് 65ഉം പ്രഡിക്ഷനകത്തും ആക്ച്വലിനകത്ത് 165ഉം പ്രഡിക്ഷനകത്തും 165 ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി എറർ റേറ്റും ആക്യുറസിയും നമ്മൾ ഇത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാണ്. ദി ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ആക്യുറസി ഈസ്, അതായത് ആക്യുറസി കണ്ടുപിടിക്കുകയാണ്. അതായത് നമ്മൾ ശരിക്കും ആക്ച്വൽ, അതായത് ട്രൂ പോസിറ്റീവ്സ്, അതായത് ഉള്ളതെന്നും ഇല്ലാത്തത് ഇല്ല എന്നും കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ആക്യുറസിനെ അത് വെച്ചിട്ടാണ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ട്രൂ പോസിറ്റീവ്സുകളും ട്രൂ നെഗറ്റീവ്സുകളും എടുക്കും, എന്നിട്ട് ടോട്ടൽ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ട്രൂ. അപ്പോഴാണ് എനിക്ക് ആ പറയുന്ന മോഡൽ ജനറേറ്റ് ചെയ്യുന്ന ആക്യുറസി മനസ്സിലാകുന്നത്. ഈ പറയുന്ന ആക്യുറസി നമ്മുടെ ഡേറ്റാ സെറ്റ് എന്ന് പറയുന്ന ഒരു ബാലൻസ്ഡ് ഫോമിലാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ആക്യുറസി വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ആക്യുറസി ഈ പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് ഒരു മോഡലിൻ്റെ ആക്യുറസി എനിക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നത് ഇഫ് ദാറ്റ് പെർട്ടിക്കുലർ ഡേറ്റാ സെറ്റ് ഇസ് ബാലൻസ്ഡ് ഡേറ്റ 1. ഓക്കെ, ഡേറ്റാ സെറ്റ് ആണെങ്കിൽ മാത്രം. അതായത് ഞാനിപ്പോൾ ഒരു 700 സപ്പോസ് 1000 റെക്കോർഡ്സ് ഉണ്ട്, അതായത് ഡേറ്റാ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനകത്തൊരു 700ഉം ഒരു 300ഉം ഞാൻ എടുക്കുന്നു. ഇപ്പോൾ 700 എന്ന് പറയുന്നത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടും 300 എന്ന് പറയുന്നത് ടെസ്റ്റിന് വേണ്ടിയിട്ടും എടുക്കുന്നു. ഇത് ശരിക്കും നോർമലി ഒരു ബാലൻസ്ഡ് ഡേറ്റാ സെറ്റാണ്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 70% നമ്മൾ എടുക്കുവാണ് ട്രെയിനിങ്ങിന് വേണ്ടി എടുക്കുകയും ബാക്കി 30 ടെസ്റ്റിന് വേണ്ടിയും കൊടുക്കാൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് ഡേറ്റാ സെറ്റാണ്. നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ടെസ്റ്റ് ഡേറ്റാ സെറ്റ് എന്നും ട്രെയിനിങ് ഡേറ്റാ സെറ്റ് എന്നും പറഞ്ഞാൽ അങ്ങനത്തെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ ഗുഡ് ക്ലാസിഫിക്കേഷൻ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ബട്ട് അങ്ങനെയുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡേറ്റാ സെറ്റുകളിൽ നമുക്ക് ആക്യുറസി വെച്ചിട്ട് ഡിറ്റർമിൻ ചെയ്യാം എത്രത്തോളം നല്ലതാണ് എൻ്റെ മോഡലെന്ന്. ബട്ട് ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡേറ്റാ സെറ്റിനകത്ത് നമുക്ക് ഒരിക്കലും ഈ ആക്യുറസി വെച്ചിട്ട്, അതായത് ഈ പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് എനിക്ക് അതിൻ്റെ ആക്യുറസിനെ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ആ ഒരു സമയത്താണ് നമ്മൾ റീകോളും പ്രിസിഷനും യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇത്രയും മനസ്സിലാക്കിയിരിക്കുക. ഇനി ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി, നിങ്ങൾക്കത് പഠിക്കാൻ അങ്ങനെ പറയുന്നൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ആക്യുറസി ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 100+, അപ്പം ടി പി എന്ന് പറയുന്നത് ഇവിടെ നോക്കാം. ട്രൂ പോസിറ്റീവ്സ് എന്ന് പറയുന്നത് 100 ആണ്, ട്രൂ നെഗറ്റീവ്സ് എന്ന് പറയുന്നത് 50 ആണ്. ദാറ്റ് മീൻസ് 150 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇസ് 50 + 10 + 5 + 100 ദാറ്റ് ഈസ് 165. എല്ലാം കൂടി ആഡ് ചെയ്യുവാണ്. സോ എനിക്ക് കിട്ടുന്നത് 0.91. ദാറ്റ് മീൻസ് 91% എൻ്റെ മോഡൽ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എറർ റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? എറർ റേറ്റ് കണ്ടുപിടിക്കാൻ 1 - ആക്യുറസി ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫോൾസ്, തെറ്റായിട്ട് ഞാൻ പോസിറ്റീവ്സ് പറഞ്ഞതും തെറ്റായിട്ട് ഞാൻ നെഗറ്റീവ്സ് പറഞ്ഞതും കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, either you can calculate using 1 - accuracy or you just take this formula, that means false positive plus false negatives divided by total. അപ്പോൾ നിങ്ങൾക്ക് 0.09 എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ,
ഇനി ആണ് നമ്മുടെ പ്രിസിഷൻ ആൻഡ് റീകോൾ പഠിക്കേണ്ടത്. പ്രിസിഷൻ ആൻഡ് റീകോൾ ആർ ടു മെഷേഴ്സ് യൂസ്ഡ് ടു ആക്സസ് ദ ക്വാളിറ്റി ഓഫ് റിസൾട്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ബൈനറി ക്ലാസിഫയർ. ബൈനറി ക്ലാസിഫയറിൽ നിന്നുള്ള ഒരു അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ തന്നെയാണ് നമ്മുടെ പ്രിസിഷനും റീകോളും യൂസ് ചെയ്യുന്നത്. പ്രിസിഷനെ നമ്മൾ പി എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് പോസിറ്റീവ് എക്സാമ്പിൾസ്. ടോട്ടൽ നമ്പർ ഓഫ് കറക്റ്റ്ലി ക്ലാസിഫൈഡ്, കറക്റ്റായിട്ട് ഞാൻ പോസിറ്റീവ് എക്സാമ്പിൾസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അതായത് എൻ്റെ ട്രൂ പോസിറ്റീവ്സ് എന്നർത്ഥം. ഓക്കെ, ടോട്ടൽ നമ്പർ ഓഫ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് പോസിറ്റീവ് എക്സാമ്പിൾസ്, ദാറ്റ് മീൻസ് TP, ട്രൂ പോസിറ്റീവ്സ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രെഡിക്റ്റഡ് പോസിറ്റീവ്സ്. പ്രെഡിക്റ്റ് ചെയ്ത ആൾക്കാരാണ് ചോദിച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രെഡിക്റ്റ് ചെയ്തത് എന്താണ്? പോസിറ്റീവ് എന്ന് പ്രെഡിക്റ്റ് ചെയ്തു, പക്ഷെ അത് തെറ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു, പ്ലസ് ട്രൂ ആയിട്ട് വന്ന പോസിറ്റീവ്സ്. ഓക്കെ, അതാണ് നമ്മുടെ ഇക്വേഷനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് പോസിറ്റീവ് എക്സാമ്പിൾസ് ബൈ ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രെഡിക്റ്റഡ് പോസിറ്റീവ് എക്സാമ്പിൾസ്. പ്രെഡിക്റ്റഡ് പോസിറ്റീവ് എക്സാമ്പിൾ എന്ന് TP + FP ആണ്. ഓക്കെ, ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രിസിഷൻ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ദിസ് ഈസ് ദ ഇക്വേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് റീകോൾ. റീകോൾ എന്ന് പറയുമ്പോൾ റീകോൾ R എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഇതിൻ്റെ വേറൊരു പേരിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, സെൻസിറ്റിവിറ്റി. അപ്പോൾ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റീകോൾ തന്നെയാണെന്ന് അറിഞ്ഞിരിക്കുക. ആൻഡ് ഓൾസോ ഈ പറയുന്ന സെൻസിറ്റീവിനെ വേറൊരു പേരിൽ വിളിക്കും, ട്രൂ പോസിറ്റീവ് റേറ്റ്സ് എന്ന്. അപ്പോൾ 3 പേരിലാണ് നമുക്ക്, മീൻസ് ടോട്ടൽ 3 പേരാണ്: റീകോൾ, സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ട്രൂ പോസിറ്റീവ് റേറ്റ്സ്. ഈ 3 പേരും ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ദ റേഷ്യോ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് കറക്റ്റ്ലി ക്ലാസിഫൈഡ് പോസിറ്റീവ് എക്സാമ്പിൾസ് divide to the total number of positive examples and false negatives. Okay, that means ടോട്ടൽ പോസിറ്റീവ്സും നമ്മൾ ടോട്ടൽ പോസിറ്റീവ്സ് തന്നെയാണ് ആകെ മാറുന്നത്. ഇവിടെ ഞാൻ നെഗറ്റീവ്സ് ആണ് എടുക്കുന്നത്. ഫോൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട് ഞാൻ തെറ്റായിട്ട് പറഞ്ഞതാണ്, ശരിക്കും അതെന്തായിരുന്നു? പോസിറ്റീവായിരുന്നു. അങ്ങനെ ഞാൻ മിസ്ക്ലാസിഫൈ ചെയ്ത ആളിനെയും കൂടി എടുത്ത് എന്ത് ചെയ്യും? ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ പോസിറ്റീവ്സ് തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ശരിക്കും ഫോൾസ് നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അത് ശരിക്കും ആക്ച്വൽ ഡേറ്റ എന്തായിരുന്നു? പോസിറ്റീവായിരുന്നു. ഞാൻ തെറ്റായിട്ട് അത് നെഗറ്റീവ് എന്ന് പ്രെഡിക്റ്റ് ചെയ്തതാണ്. ഓക്കെ, അതാണ് TP ഡിവൈഡഡ് ബൈ TP + FN. അപ്പോൾ ഈ 2 ടേംസ് യൂസ് ചെയ്തിട്ടാണ്, ഇത് റീകോളും പ്രിസിഷൻസും യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇംബാലൻസ്ഡ് ആയിട്ട് കിടക്കുന്ന ഡേറ്റാ സെറ്റിനെ നമ്മൾ, അതായത് മോഡൽസിനെ, ഡേറ്റാ സെറ്റ് വെച്ചിട്ടാണ് നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുമെങ്കിൽ അത്തരത്തിലുള്ള മോഡൽസിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ പെർഫോമൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടേംസാണ് റീകോളും പ്രിസിഷനും. നെക്സ്റ്റ് വൺ ഇസ് സ്പെസിഫിസിറ്റി. സ്പെസിഫിസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്: ദ റേഷ്യോ ഓഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് ട്രൂ നെഗറ്റീവ്സ്, ശരിക്കുള്ള നെഗറ്റീവ്സ്, ഡിവൈഡ് ടു ദ ടോട്ടൽ നമ്പർ ഓഫ് ട്രൂ നെഗറ്റീവ്സ് ആൻഡ് ഫോൾസ് പോസിറ്റീവ്സ്. ഫോൾസ് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്തത് പോസിറ്റീവ് എന്നാണ്, ശരിക്കും അതെന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. അപ്പോൾ ശരിക്കും സ്പെസിഫിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എത്രത്തോളം നന്നായിട്ട് നെഗറ്റീവ് വാല്യൂസിനെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതേസമയം റീകോൾ ചെക്ക് ചെയ്യുന്നത് എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ പോസിറ്റീവ്സിനെ കാൽക്കുലേറ്റ് ചെയ്തു, അതാണ് നോക്കുന്നത്. ഇവിടെ തെറ്റുൾപ്പെടെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കും, അപ്പോഴാണ് ആക്യുറസി കിട്ടുന്നത്. ഇവിടെ സ്പെസിഫിസിറ്റിയിൽ എന്തുമാത്രം നന്നായിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് എക്സാമ്പിൾസിനെ കറക്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ കഴിഞ്ഞു. ഓക്കെ, ഇനി അപ്പോൾ സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത് ട്രൂ നെഗറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ നെഗറ്റീവ് പ്ലസ് ഫോൾസ് പോസിറ്റീവ്. ഫോൾസ് പോസിറ്റീവ്സ് എന്ന് പറഞ്ഞത് പ്രെഡിക്റ്റ് ചെയ്തത് പോസിറ്റീവാണ്, ശരിക്കും അത് ആക്ച്വൽ എന്തായിരുന്നു? നെഗറ്റീവ് ആയിരുന്നു. സോ ഇറ്റ് ഓൾസോ ബിലോങ്സ് ടു ട്രൂലി ദിസ് ഫോൾസ് പോസിറ്റീവ്സ് ഇസ് ആക്ച്വലി ബിലോങ്സ് ടു ഏതാണ്? നെഗറ്റീവ് ആണ്. സോ ഞാൻ ഈ ഫോൾസ് പോസിറ്റീവ് കിട്ടിയ റേറ്റും കൂടി ഡിവൈഡ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ടേം ഇസ് F മെഷർ അല്ലെങ്കിൽ F സ്കോർ എന്ന് വിളിക്കും. ഓക്കെ, അതായത് നമുക്ക് 2 മോഡൽസ് ഉണ്ടെങ്കിൽ ആ 2 മോഡൽസിനെ എനിക്ക് കമ്പയർ ചെയ്യണം. അതായത് ഇത്തരത്തിലായിരിക്കും കമ്പയർ ചെയ്യേണ്ടത്. അതായത് നമ്മുടെ മോഡൽ ലോ പ്രിസിഷനിലും ഹൈ റീകോളിലും ഉള്ളതാണോ നോക്കും. ഹൈ റീകോൾ ഇൻ ദ സെൻസ് നമ്മുടെ പോസിറ്റീവ്സ്, ട്രൂ പോസിറ്റീവ്സുകൾ കൂടി നിൽക്കണം. ഓക്കെ, അതായത് അതിനകത്ത് റീകോൾ ഇൻ ദ സെൻസ് അതിനകത്ത് ഫോൾസ് പോസിറ്റീവ്സ്, ഫോൾസ് നെഗറ്റീവ്സ് വരും. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് നമ്മുടെ മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഹൈ റീകോൾ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ട്രൂ പോസിറ്റീവ് റേറ്റ്സ് കൂടി നിൽക്കുക. അത് ട്രൂ നെഗറ്റീവ്സ് എത്രയാണോ അല്ലെങ്കിൽ എൻ്റെ മോഡലിൽ നിന്ന് എന്തുമാത്രം നെഗറ്റീവ് പ്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ ഒന്നും നോക്കുന്നില്ല, എനിക്ക് പോസിറ്റീവ്സിൻ്റെ എണ്ണം കൂടി നിൽക്കണം. ഓക്കെ,
പിന്നെ അല്ലെങ്കിൽ നേരെ തിരിച്ച് നെഗറ്റീവ്സിൻ്റെ എണ്ണം കൂടി നിൽക്കണം. അപ്പോൾ അങ്ങനെ നമ്മുടെ രീതിയിൽ ഏത് മോഡലിനെ എടുക്കണം എന്നൊരു കമ്പാരിസൺസ് വരും. സോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കമ്പയർ. രണ്ട് മോഡൽസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ ഡിഫിക്കൾട്ടാണ് വിത്ത് ലോ പ്രിസിഷൻ ആൻഡ് ഹൈ റീകോൾ ഓർ വൈസ് വേഴ്സ. അപ്പോൾ അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ദിസ് എഫ് മെഷറിനെ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പം എഫ് മെഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് നമുക്ക് AUC കർവ് ഒക്കെ പഠിക്കാനുണ്ട്. ആ AUC കർവ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മോഡൽ നല്ലതാണോ അല്ലയോ എന്ന് ലാസ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്തെടുക്കുന്നത്. അതൊരു വരയ്ക്കുന്ന ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതാണ്. അത് കാണുമ്പോൾ ഒരാൾക്ക് മനസ്സിലാകും. ഓക്കെ, സോ എഫ് മെഷർ ഹെൽപ്സ് ടു മെഷർ റീകോൾ ആൻഡ് പ്രിസിഷൻ അറ്റ് ദ സെയിം ടൈം. ഒരുമിച്ച് ഞാൻ റീകോളിൻ്റെയും പ്രസിഷൻ്റെയും വാല്യൂസ് എടുക്കുന്നതിനെയാണ്, ആ വാല്യൂസ് വെച്ചിട്ട് ഞാൻ കമ്പാരിസൺസ് നടത്തും. അതിനെയാണ് നമ്മൾ എഫ് മെഷർ എന്ന് പറയുന്നത്. സോ എഫ് മെഷർ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ അവർ മോഡൽസ് on the basis of recall and precisions at the same time. Okay, for F measure and equation എങ്ങനെയാണ്? F measure is equal to 2 into TP divided by 2 into TP plus FP plus FN. ഇതാണ് ഇക്വേഷൻ. നെക്സ്റ്റ് വരുന്നത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫോൾസ് പോസിറ്റീവിൻ്റെ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Suppose a computer program for recognizing dogs in photographs identifies 8 dogs in a picture containing 12 dogs and some cats. Of the 8 dogs identified, 5 actually are dogs while the rest are cats. Compute the precision and recall of the computer program. So we have to solve it. We have to find out the value of recall and precision. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരിയുള്ളൊരു ബോക്സ് നിങ്ങൾ വരച്ച് വെക്കണം. അതിൽ നിന്ന് നിങ്ങൾ ഡയറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക. ഇവിടെ ഞാൻ ഇപ്പോൾ ഡോഗിൻ്റെയും ക്യാറ്റിൻ്റെയും കാര്യമാണ് പറയുന്നത്. ഡോഗ് യെസ്, ക്യാറ്റ് നോ. ഡോഗ് യെസ്, ദ ക്യാറ്റ് നോ. അതായത് ഈ ഭാഗത്ത് ഞാൻ ആക്ച്വൽ ആയിട്ടുള്ളതും ഇതിനകത്ത് ഞാൻ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ളതുമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മൾ ആദ്യമേ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അതിനെ ഇങ്ങനെ ഒരു ബോക്സിനകത്തേക്ക് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. ഡോഗ് എസ് ഇൻ ദ സെൻസ് അത് പോസിറ്റീവാണ്, അതും നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി വയ്ക്കാം. നെഗറ്റീവാണ്, ഇത് പോസിറ്റീവായിട്ടും ഇത് നെഗറ്റീവായിട്ടുമാണ് പറയുന്നത്. ക്വസ്റ്റ്യനിൽ ഇതാണ്. സപ്പോസ് 12 ഡോഗ്സ് ആണുള്ളത്. ഓഫ് ദി 8 ഡോഗ്സ് 8 എണ്ണം ഐഡൻറ്റിഫൈ ചെയ്തു. ഓഫ് ദി 8 ഡോഗ്സ് ഐഡൻറ്റിഫൈ ചെയ്ത്, അതായത് 8 ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രെഡിക്റ്റ് ചെയ്തതിൽ 5 ആർ ആക്ച്വലി ഡോഗ്സ്, 5 എണ്ണമാണ് ശരിക്കുള്ള ഡോഗ്. ദാറ്റ് മീൻസ് ട്രൂ പോസിറ്റീവ്സ് എനിക്ക് എത്ര കിട്ടിയെന്നർത്ഥം? ദാറ്റ് മീൻസ് ഇതെന്താണ്? ട്രൂ പോസിറ്റീവാണ്. ഇത് നെഗറ്റീവാണ്, ബട്ട് ഇത് ബിലോങ്സ് ടു പോസിറ്റീവ്, സോ ഫോൾസ് നെഗറ്റീവാണ്. ഇനി അടുത്തത് ഇത് നെഗറ്റീവാണ്. ദാറ്റ് മീൻസ് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്ത വാല്യൂ P എന്നാണ്. സോ ഇവിടെ P വരും, ബട്ട് ഇത് നോയാണ്, സോ ഇറ്റ് ഈസ് ഫോൾസ് ആകും. ഇനി അടുത്തത് ഇത് ട്രൂ നെഗറ്റീവ്. ഇങ്ങനെ ആദ്യമേ എഴുതി വെക്കണം നിങ്ങളൊന്ന്. ഓക്കെ, ഇത്രയും ചെയ്ത് വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. സോ ഓഫ് ദി 8 ഡോഗ്സ് ഐഡൻറ്റിഫൈഡ് 5 ആക്ച്വലി ആർ ഡോഗ്സ്. അപ്പോൾ ട്രൂ പോസിറ്റീവായിട്ട് 5 എന്ന് പറയുന്നത് എനിക്ക് കിട്ടി. സോ ട്രൂ പോസിറ്റീവുകളുടെ എണ്ണം 5 ആണ്. അതിനകത്ത് റെസ്റ്റ് ആർ 8 ഡോഗ്സിനകത്ത് നിങ്ങൾ 8 ഡോഗിനെ എടുത്തു. അതിനകത്ത് ഈ ഡോഗ്സ് എന്ന് പറയുന്നത് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്തത് 8 ഡോഗ്സ് എന്ന് പറഞ്ഞാൽ പ്രെഡിക്റ്റ് ചെയ്തത്. പക്ഷേ ശരിക്കും ആക്ച്വലി 5 എണ്ണം മാത്രമേ അതിനകത്ത് ഡോഗുള്ളൂ. ബാക്കി 3 എണ്ണം എന്ന് പറയുന്നത് തെറ്റായിട്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതാണ്. ഓക്കെ, തെറ്റായിട്ട് ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതാണ്. ശരിക്കും ഇത് ഡോഗ് ആയിരുന്നു, ബട്ട് ഞാൻ ക്യാറ്റ് എന്ന് പറഞ്ഞ് പ്രെഡിക്റ്റ് ചെയ്തു. അതായത് ശരിക്കും അതെന്തായിരുന്നു? ഡോഗ് ആയിരുന്നു. ദാറ്റ് മീൻസ് പോസിറ്റീവ് ആയിരുന്നു, ബട്ട് ഞാനവിടെ തെറ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തു. ദാറ്റ് മീൻസ് ഫോൾസ് പോസിറ്റീവ്സ്. 8 ഡോഗ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. അതിനകത്ത് 5 എന്ന് പറയുന്നത് ആക്ച്വൽ ഡോഗാണെന്ന് ഞാൻ കിട്ടി. ബാക്കി 3 എന്ന് പറയുന്നത് ക്യാറ്റാണെന്നാണ് കിട്ടിയത്. ശരിക്കും ട്രൂ ആക്ച്വൽ എന്തായിരുന്നു? പോസിറ്റീവ്. ദാറ്റ് മീൻസ് ഡോഗ് ആയിരുന്നു. പോസിറ്റീവ് ഇൻ ദ സെൻസ് ഡോഗ് ആയിരുന്നു, ബട്ട് അത് തെറ്റായിട്ട് കിട്ടി. സോ ഫോൾസ് പോസിറ്റീവിൻ്റെ റേറ്റ് എത്രയാണ്? 3 ആണ് ഇവിടെ. ഓക്കെ, ഇനി ഫോൾസ് പോസിറ്റീവിൻ്റെ റേറ്റും ട്രൂ പോസിറ്റീവിൻ്റെ റേറ്റും കിട്ടിയാൽ നമുക്ക് ഫോൾസ് നെഗറ്റീവ്സിൻ്റെ വാല്യൂസ് കിട്ടാൻ പറ്റും. അതാണ് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ള
എത്ര ഡോഗ്സ് ആണോ അവർ പറഞ്ഞിരിക്കുന്നത് ആ ഡോഗ്സുകളുടെ എണ്ണം മൈനസ് ഞാൻ ശരിക്കും ട്രൂ ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്തത്, ദാറ്റ് മീൻസ് ട്രൂ പോസിറ്റീവ്സ് ആയിട്ട് കിട്ടിയതിൻ്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഡോഗ്സ് എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടത് 12 ഡോഗ്സ് ആണ്. അപ്പോൾ ആ 12 ഡോഗ്സിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം, ട്രൂ പോസിറ്റീവ് കിട്ടിയ 5 മൈനസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 7 കിട്ടും. ഓക്കെ, ഈ 7 ആണ് ശരിക്കും ഫോൾസ് നെഗറ്റീവ്സിൽ വരുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, റീകോളും പ്രിസിഷനും കാൽക്കുലേറ്റ് ചെയ്യാം. റീകോൾ എന്താണ്? റീകോളിൻ്റെ ഇക്വേഷൻ R ഈസ് ഈക്വൽ ടു, അതായത് ട്രൂ പോസിറ്റീവ്സിൻ്റെ എണ്ണമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് ആയിട്ട് ഞാൻ നെഗറ്റീവ് പറഞ്ഞാൽ നോക്കിയാൽ മതി. അടുത്ത പ്രിസിഷൻ എങ്ങനെ കണ്ടുപിടിക്കും? പ്രിസിഷൻ കണ്ടുപിടിക്കുന്നത് ട്രൂ പോസിറ്റീവ്സ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് പോസിറ്റീവ്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ടി പി എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര? 5 ആണ്. ഡിവൈഡഡ് ബൈ ടി പി എത്ര? 5 പ്ലസ് എഫ് എൻ എത്ര? 7. FN 7. So 5 divided by 12 എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രിസിഷൻ എന്ന് പറയുന്നത് ടി പി എത്ര? 5 ഡിവൈഡഡ് ബൈ 5 പ്ലസ് എഫ് പി ഇസ് 3. സോ 5 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. സോ ഇതാണ് എനിക്ക് റീകോളും പ്രിസിഷൻ്റെയും വാല്യൂ കിട്ടുന്നത്. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. ക്വസ്റ്റ്യൻ ഇതാണ്: let there are 10 balls. ടോട്ടൽ 10 balls ഉണ്ട്. അതിനകത്ത് കറക്റ്റ് പറയുന്നുണ്ട് ഔട്ട് ഓഫ് വിച്ച് 6 are white and 4 are red balls in a box and let it be required to pick up the red balls from them. അതിൽ നിന്ന് ഞാൻ പിക്ക് ചെയ്യാൻ പോകുന്നത് ഏതാണ്? റെഡ് ബോൾസ് ആണ്. ഞാനിപ്പോൾ പിക്ക് ചെയ്തത് 7 ബോൾസിനെ പിക്ക് ചെയ്തു. റെഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ 7 ബോളിനെയാണ് പിക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ആകെ 2 മാത്രമേ ആക്ച്വലായിട്ട് റെഡ് ബോൾസുകൾ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പ്രിസിഷനും റീകോളും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പഴയ പോലെ ഈ ബോക്സ് വരയ്ക്കണം. ബോക്സ് വരച്ചിട്ട് നിങ്ങൾ എഴുതുക ശരിക്കും റെഡ് ആണെന്ന് പറഞ്ഞത്, അതായത് പോസിറ്റീവ്. ഇവിടെ ശരിക്കും ഈ ഭാഗം ആക്ച്വലും ഈ ഭാഗം പ്രെഡിക്റ്റഡുമാണ്. ശരിക്കും റെഡായിട്ട് പറഞ്ഞത് അത് പോസിറ്റീവ്. ഇവിടെ വൈറ്റ് ആണെന്ന് പറഞ്ഞത് അത് ശരിക്കും നെഗറ്റീവായിട്ട് എടുക്കുക. ഇവിടെ ഞാൻ വൈറ്റായിട്ട് അത് നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി നോക്കുക. ഇനി എന്താണ് പറയുന്നത്? നമ്മൾ എത്ര ബോൾ എടുത്തു? 7 ബോൾസ് എടുത്തു. 7 ബോൾസ് എടുത്തതിൽ നിന്നും ശരിക്കുള്ള നമ്മൾ 7 ബോൾസ് പ്രെഡിക്റ്റ് ചെയ്തതാണ്. ഈ പ്രെഡിക്റ്റ് ചെയ്യുന്നതിൽ നിന്നും ശരിക്കും പ്രഡിക്ഷനിൽ ഇത് 7 ബോളും റെഡ് എന്ന് പറഞ്ഞാണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തത്. ബട്ട് ശരിക്കും ആക്ച്വലി 2 റെഡേ ഉള്ളൂ, ബാക്കിയെല്ലാം വൈറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 2 റെഡേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ശരിക്കും ട്രൂ പോസിറ്റീവ്സ് എന്താണ്? നമ്മൾ എടുത്തതും ആക്ച്വലും പ്രെഡിക്റ്റ് ചെയ്തതും എത്രയാണ്? 2 ആണ്. ഓക്കെ, ബാക്കി ഇനി എന്താ പറയുന്നത്? നമ്മൾ തെറ്റായിട്ട്, അതായത് നമ്മൾ റെഡ് എന്ന് പറഞ്ഞെടുത്തു, അതായത് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞെടുത്തു, ബട്ട് അത് വൈറ്റ് ആയിപ്പോയി. ദാറ്റ് മീൻസ് അത് തെറ്റിപ്പോയി, ഫോൾസ് പോസിറ്റീവ്. ഓക്കെ, ഫോൾസ് പോസിറ്റീവ് ഈ ബോക്സിലാണ് ഇത് എഴുതാൻ മറന്നുപോയി. ടി പി എഫ് പി എഫ് എൻ ടി എൻ. ഓക്കെ, അപ്പം ഈ ബോക്സിനകത്ത് ആര് വരും? ബാക്കി വരുന്ന ആൾ 5 എന്ന് പറയുന്നത് 6, 7 അല്ലേ എടുത്തത്, ബാക്കി 5 ഞാൻ തെറ്റായിട്ടാണ് എടുത്തത്. ഇനി എങ്ങനെ ഫോൾസ് നെഗറ്റീവ് കണ്ടുപിടിക്കും? ശരിക്കുള്ള ട്രൂ റെഡ് ബോൾസിൻ്റെ എണ്ണം മൈനസ് നമ്മൾ എത്ര റെഡ് ബോൾ ട്രൂ ആയിട്ട് ഇപ്പോൾ എടുത്തു അത്. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ട്രൂ റെഡ് ബോൾസ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ആദ്യമേ നോക്കുക. 6 വൈറ്റും എത്ര റെഡുമാണ്? 4 റെഡ് ബോളുമാണ്. സോ ടോട്ടൽ എന്ന് പറയുന്നത് 4 ആണ്. മൈനസ് ടി പി എനിക്ക് കിട്ടിയിരിക്കുന്ന എത്രയാണ്? 2 ആണ്. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2. സോ എഫ് എൻ എത്ര കിട്ടും? 2 കിട്ടും. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? റീകോളും പ്രിസിഷനും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, റീകോൾ എന്ന് പറഞ്ഞാൽ ട്രൂ പോസിറ്റീവ് ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് നെഗറ്റീവ്. ആൻഡ് പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫോൾസ് പോസിറ്റീവ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു ട്രൂ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രൂ പോസിറ്റീവ് 2 ആണ്. 2 ഡിവൈഡഡ് ബൈ 2 പ്ലസ് ട്രൂ പോസിറ്റീവ് പ്ലസ് എഫ് എൻ എത്രയാണ്? 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/4 വിച്ച് ഈസ് 1/2. ദാറ്റ് ഈസ് 0.5 എന്ന് പറഞ്ഞ് കിട്ടും. അടുത്തത് ട്രൂ പോസിറ്റീവ്.
ട്രൂ പോസിറ്റീവ് 2 ഡിവൈഡഡ് ബൈ ട്രൂ പോസിറ്റീവ് പ്ലസ് ഫാൾസ് പോസിറ്റീവ് എത്രയാണ് 5 ആണ്. സോ 2 ഡിവൈഡഡ് ബൈ 7 എന്ന് പറഞ്ഞ് കിട്ടും. സോ ഇതാണ് ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് ഈ പറയുന്ന പ്രോബ്ലം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്.